जमीन पेली हुई है जिस तरह अफलाक के नीचे यूं ही जन्नत भी माम की कदमों के खातिर के नीचे. ആകാശഗംഗയുടെ താഴെ ഭൂമി പരന്ന് വിശാല വിസ്തൃതമായിട്ട് കിടക്കും പോലെ ഉമ്മയാകുന്ന ആകാശത്തിൻ്റെ താഴെ സ്വർഗം പരന്ന് കിടക്കുകയാണ്. യുഹീ, ആകാശത്തിൻ്റെ താഴെ ഭൂമി കിടക്കും പോലെ ജന്നത്ത് ബിഹി, സ്വർഗവും ഒരു കിടത്തം കിടക്കുകയാണ്. എവിടെയാണ്? മാം കി കദമോക്കെ ഖാതിർ കനീച്ചേ, മാതാവിൻ്റെ പാതാരവിന്ദങ്ങളുടെ ചുവട്ടിലാണ്. അമ്മേ അനശ്വര ചൈതന്യമേ, എൻ്റെ ജീവൻ്റെ ജീവനാം അമ്മേ, എന്നും അങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ, കാരുണ്യ സിന്ധുവാം അമ്മേ. കേവലം നാഭിനാളത്തിൻ്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ, ജീവിതയാത്രക്കു സാക്ഷിയാമൊക്കെയും അങ്ങോ കനിഞ്ഞതാണമ്മേ. ഈ ഒരു കഴിഞ്ഞ 3-4 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മുടെ രാജ്യമാകട്ടെ, നമ്മുടെ സംസ്ഥാനമാകട്ടെ, കണ്ട, അനുഭവിച്ച, കേട്ട, ഞെട്ടിത്തരിച്ച, കോരിത്തരിച്ച, പേടിച്ചു വിറങ്ങലിച്ച ദാരുണമായ സംഭവ വികാസങ്ങൾ നമ്മളെ തെല്ലൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തുന്നതും അലോസരപ്പെടുത്തുന്നതും. ഒരേ സമയം നമുക്ക് ആ വിഷയത്തിൽ ആശ്ചര്യം ഉണ്ടാകുന്നുണ്ട്, അലോസരവും ഉണ്ടാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന ആശ്ചര്യം, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന ദുഃഖത്തിന്റെ ഒരു അലോസരം, ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കുകയാണ് അല്ലേ? ആദ്യമായിട്ട് മുംബൈ നഗരത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ VVIPകളൊക്കെ താമസിക്കുന്ന ബാന്ദ്രയിലെ പട്ടൗഡി കുടുംബത്തിലെ ഇന്നത്തെ ഏറ്റവും പേരുകേട്ട സെലിബ്രിറ്റിയായ സൈഫ് അലി ഖാന്റെ 13 നിലയുള്ള വീട്ടിന്റെ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ 11ാമത്തെ നിലയിലേക്ക് രാത്രി 2:30 മണിക്ക് ഒരു തസ്കര വീരൻ ആക്രമിച്ച് ഇരച്ചു കയറുകയാണ്. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറഞ്ഞാൽ പാറാവുകാരനായ സെക്യൂരിറ്റിക്കാരന് പോലും രാത്രി അകത്തേക്ക് കടക്കണമെങ്കിൽ ലിഫ്റ്റിൽ അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ്, തമ്പ് പ്രസ് ചെയ്യണം. എന്നിട്ട് സൈഫ് അലി ഖാന്റെ റൂമിലെ സ്ക്രീനിൽ അത് കാണുമ്പോൾ അദ്ദേഹം പെർമിഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ പാറാവുകാരന് പോലും രാത്രി റൂമിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സുരക്ഷ ലംഘിക്കുന്ന എല്ലാ ലൂപ്പ് ഹോളുകളും എല്ലാവിധ പഴുതുകളും അടച്ച അതീവ സുരക്ഷയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ അകത്തേക്ക് രാത്രി 2:30 മണിക്ക് സെക്യൂരിറ്റിക്കാരന്റെ പോലും കണ്ണു വെട്ടിച്ചിട്ട് ഒരു മോഷ്ടാവ് കടന്നു വരികയും ഈ സെലിബ്രിറ്റിയെ മാരകമായ 6-7 കുത്തുകൾ കുത്തിയിട്ട് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് മംഗലാപുരത്തിന്റെ ഉള്ളാളിന്റെ അടുത്തുള്ള ഒരു ബാങ്കിലേക്ക് 5 തോക്കുധാരികൾ തോക്കേന്തിയിട്ട് കടന്നു വരുന്നു. ഒരാൾ തോക്ക് പിടിച്ച് പുറത്ത് കാവൽ നിൽക്കുന്നു. ബാക്കി തോക്കുധാരികളായ 4 പേര് ഈ ബാങ്കിന്റെ അകത്തേക്ക് കടന്നിട്ട് ജീവനക്കാരെ മുഴുവൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് അതിന്റെ ലോക്കറുകളുടെ ചാവി അവരോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് അതിനകത്ത് നിന്ന് 11 കോടിയുടെ സ്വർണം അപഹരിക്കുന്നു, 5 ലക്ഷം രൂപ അപഹരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ, അല്ല, അതിന്റെ ഒരു 1-2 മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യ രാജ്യത്തെ മറ്റൊരു പട്ടണത്തില് ATM മെഷീനിലേക്ക് ക്യാഷ് നിക്ഷേപിക്കാൻ വന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായ 2 ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും അതേ തോക്ക് കൊണ്ട് അവിടെ വെച്ചിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് ആ മെഷീനിന്റെ അകത്ത് നിന്ന് 93 ലക്ഷം രൂപ അപഹരിച്ചു കൊണ്ടുപോയ മോഷ്ടാക്കളുടെ വൃത്താന്തമാണ് പിന്നെ ഭാരതം കേൾക്കുന്നത്, കാണുന്നത്. കേരളത്തിന്റെ അവസ്ഥ മറിച്ചൊന്നുമല്ല. തൃശ്ശൂരിലെ ആ ദിവസം തന്നെയാണ് കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് 15 വയസ്സുകാരനായ ഒരു മൈനറായ കുട്ടി തന്നെക്കാൾ 2 വയസ്സ് മൂപ്പുള്ള 17കാരനെ ഏതോ ഒരു പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരില് ഒരു പ്രതികാര ദാഹം അവന്റെ ഉള്ളിൽ നൊര പൊട്ടി പൊങ്ങി ഉയർന്നതിന്റെ പേരില് ഹാമർ ഉപയോഗിച്ച്
മസ്തിഷ്കം പിളർത്തിട്ട് ദാരുണമാംവിധം കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ പറവൂരില് മാരകമായ ലഹരി വസ്തുവിന്റെ അടിമയായ ഒരു ചെറുപ്പക്കാരൻ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഇരുമ്പ് ദണ്ഡുമായിട്ട് അതിക്രമിച്ച് കയറുന്നു. അച്ഛന്റെ തലക്കടിച്ച് അച്ഛനെ കൊലപ്പെടുത്തുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അമ്മയുടെ തലക്കടിച്ച് അമ്മയെ കൊലപ്പെടുത്തുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പൊന്നാര മകളെ കൊലപ്പെടുത്തുന്നു. ഈ മകളുടെ ഭർത്താവായ ജിതിൻ എന്ന് പറയുന്ന സഹോദരനെ ജീവച്ഛവമാക്കി മാറ്റുന്നു. അദ്ദേഹം ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് അതുപോലെയുള്ള ദാരുണമായ മറ്റു കൊലപാതകങ്ങളുടെ വാർത്തയും വൃത്താന്തങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. അതിൻ്റെ ഇടയിൽ കൊണ്ടോട്ടിയിൽ ബോഡി ഷെയ്മിങ് സ്വന്തം ഭർത്താവിൽ നിന്ന് നേരിട്ടതിൻ്റെ പേരിൽ 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. മിനിയാന്ന് നാദാപുരത്തിന്റെ പരിസരത്ത് ഭർത്തൃമതിയായ 22കാരി ആത്മഹത്യ ചെയ്യുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. 2-3 ദിവസം മുമ്പ് ഗ്രീഷ്മ അല്ലേ ഷാരോണിനെ ഇഞ്ചിഞ്ചായി കഷായത്തിൽ വിഷം കലർത്തിയിട്ട് കൊലപ്പെടുത്തിയ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിക്കുന്നു. അതിന്റെ തൊട്ട് തലേ ദിവസം മണ്ണാർക്കാട് പരിശുദ്ധമായ റമദാനു ഷരീഫില് ചീരാകഞ്ഞി വല്യമ്മക്ക് വിളമ്പിക്കൊടുത്തിട്ട് ആ വല്യമ്മാന്റെ പേരക്കുട്ടിയായ ബഷീറും ബഷീറിന്റെ ഭാര്യയായ ഫസീലയും ഒരുമിച്ച് രണ്ടുപേരും കൂടിയിട്ട് ചീരാകഞ്ഞിയില് വല്യമ്മക്ക് വിഷം വിളമ്പിക്കൊടുത്തിട്ട് ദാരുണമാം രീതിയിൽ ആ വല്യമ്മാനെ ഗ്രാൻഡ്മയെ കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം മുമ്പ് നമ്മൾ കേട്ടതെന്താണ്? കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള കൈതപ്പൊയിലില് 24 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖ് എന്ന് പറയുന്ന എന്തിനും പോന്ന ചുറുചുറുക്കുള്ള ആരോഗ്യ ദൃഢഗാത്രനായ അജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ 54 വയസ്സുകാരിയായ ക്യാൻസർ രോഗിയായ ട്യൂമർ വന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പൂർണ്ണ വിശ്രമത്തിൽ ശയ്യ അവലംബിച്ചിട്ട് നിത്യരോഗത്തിലേക്ക് വഴുതി വീണിട്ട് അവശയായിട്ട് കിടക്കുന്ന സ്വന്തം ഉമ്മാനെ, ആ ഉമ്മാന്റെ ആണും പെണ്ണുമായ ഏകസന്തതി അതായിരുന്നു ആഷിഖ് അല്ലേ? ആ മകൻ 24കാരനായ മകൻ ഉമ്മാന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് ചികിത്സാർത്ഥം ഉമ്മ വിശ്രമിക്കുമ്പോൾ ആ വീട്ടിലെ അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊളിക്കാനാണ് എന്ന് വ്യാജം പറഞ്ഞിട്ട് ഒരു മടവാള് കൊണ്ടുവന്നിട്ട് ഈ മാതാവിനെ സ്വന്തം ചോര മകൻ 20 വെട്ട് മാറി മാറി വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്. കയ്യാമം വെച്ചിട്ട് പോലീസ് ആഷിഖിനെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് മാധ്യമ പ്രവർത്തകർ മൈക്ക് നീട്ടിയപ്പോൾ ആ കുട്ടി ഒരു അസ്വാഭാവികതയും ഇല്ലാതെ കൊടുത്ത മറുപടി എന്താണ്? എനിക്ക് ജന്മം തന്നതിന് ഞാൻ നടപ്പാക്കിയ ശിക്ഷയാണ് എൻ്റെ മാതാവിൻ്റെ കൊലപാതകം. അത് 2 പ്രാവശ്യം ഞാൻ ശ്രമം നടത്തിയിട്ട് പരാജിതനായിട്ട് പോന്നതാണ്. 3ാമത്തെ പ്രാവശ്യം എൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു 24കാരനെ നമ്മളിങ്ങനെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. നോക്കൂ നിങ്ങൾ, ഈ ഒരു 10 മിനിറ്റിന്റെ ഇടയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും കഥയിൽ പ്രത്യക്ഷപ്പെട്ട കൊലപാതകത്തിന്റെ ആവിഷ്കാരമല്ല. ഈ 3-4 ദിവസം മുമ്പ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലും രാജ്യത്തൊക്കെയായിട്ട് നടപാടിയ അതിദാരുണമായിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. കീഴനൂർ എന്ന് പറയുന്ന ഒരു മഹാനായ ആചാര്യനെ, ഒരു മഹാ ദിവ്യ ജ്യോതിസിനെ നമ്മളിവിടെ പരാമർശം നടത്തുന്ന സമയത്ത് ആകത്തുക ഈ സദസ്സിൽ കിട്ടേണ്ട ഒരൊറ്റ മെസ്സേജ് എന്താണ്? ഇങ്ങനൊരു മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്, വേറൊന്നുമല്ല. ജീവിതമാണ്. പരിശുദ്ധിയുടെ ഏറ്റവും കമനീയമായ മാതൃക എന്ന് പറയുന്നത് ജീവിതമാണ്. ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ. മുകളിൽ ഒരാളുണ്ട് എന്ന ബോധം എപ്പോഴും നിങ്ങളെ ഇങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇബ്ലീസിന്റെ മിത്രമാകുന്നതിൽ നിന്ന് പേടിക്കണേ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ. അതാണ് ഇബ്ലീസിന്റെ മുമ്പിൽ, പൊതുജനത്തിന്റെ മുമ്പിൽ ഇബ്ലീസിന്റെ ശത്രുവും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇബ്ലീസിന്റെ മിത്രവുമാകുന്ന കുറെ മനുഷ്യന്മാരുണ്ട് എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്.
ആ മുന്നറിയിപ്പിന്റെ കാലഘട്ടത്തിലാണ് അതിദാരുണമായ സംഭവ വികാസങ്ങൾക്ക് നമ്മളിങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് മരവിക്കുക, മനസ്സാക്ഷി മരവിക്കുക. ഇതൊക്കെ നിന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. മഹേഷ് എന്ന് പറയുന്ന ഒരു പിതാവ് കഴിഞ്ഞ വർഷമാണ് കൊല്ലം ജില്ലയിൽ സ്വന്തം മകളായ 6 വയസ്സുകാരിയായ നക്ഷത്രമോളെ കൊലപ്പെടുത്തിയത്. മഹേഷ് എന്ന് പറയുന്ന പിതാവാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? MDMA ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് കയറി വന്നതാണ്, അല്ലേ? ഈ മകൾക്ക് മാതാവില്ല. ഈ മകളുടെ അമ്മ നേരത്തെ മരിച്ചുപോയതാണ്. പിന്നെ അമ്മയുടെ സ്ഥാനത്ത് കൂടി അച്ഛനെ കണ്ട ഒരു മകൾ, ആ മകളെ അത്രമേൽ സ്നേഹിച്ച ഒരു അച്ഛൻ, ഒരു പിതാവ്. പിന്നെ എന്താ പിതാവ് മറ്റൊരാളായി മാറിയത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതായിരുന്നു? മാരകമായ ലഹരിയാണ്. ആ ലഹരി ഉപയോഗിച്ചിട്ട് മഹേഷ് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ മോള് സ്കൂളൊക്കെ വിട്ടുവന്ന് കാർട്ടൂണിലെ തൻ്റെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ അതിൽ മുഴുകിയിരിക്കാൻ. അപ്പോഴാണ് മോളെ മുമ്പിൽ വന്നിട്ട് 33 വയസ്സുകാരനായ അച്ഛൻ ചോദിക്കുന്നത്, മോളെ, അച്ഛൻ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കൈയിൻ്റെ പിന്നാമ്പുറത്ത് അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കഠാരയാണ്, കൊലവിളിയുടെ ആയുധമാകുന്ന മഴുവാണ്. ഈ മഴു അച്ഛനൊരു സർപ്രൈസ് തരാൻ പോവുകയാണ്, അതുകൊണ്ട് മോളെ തലയും താഴ്ത്തിയിരിക്കുകയെന്ന് പറയാൻ. അച്ഛനല്ലേ പറയുന്നത്, ലോകത്ത് ഇതിൽ പരം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവകാശം ലോക ചരിത്രത്തിൽ തൻ്റെ മുമ്പിൽ പിന്നെ ആരാണ്? കഴിഞ്ഞ ആഴ്ച ഈ മകള് നക്ഷത്രമോള് പഠിക്കുന്ന കിൻഡർ ഗാർഡൻ സ്കൂളിലെ പ്രധാന അധ്യാപിക ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ കുട്ടികളോടും പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ, ഒരു ജീവിയുടെ ചിത്രം നിങ്ങളുടെ പെൻസിൽ കൊണ്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ പകർത്തണം, വരച്ചു വെക്കണം, അതിന് ചിത്രരചനയിലൂടെ ജീവൻ നൽകണം. അപ്പൊ കുട്ടികളെ ഓരോരുത്തരായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മിട്ടുപൂച്ചന്റെയും അതുപോലെ തന്നെ കാർട്ടൂണിലെ പക്ഷിയുടെയും കുതിരയുടെയും ആനയുടെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് അതിനിങ്ങനെ മനോഹരമായ ആവിഷ്കാരം നൽകിയപ്പോ ഈ നക്ഷത്രമോളി എന്ന് പറയുന്ന 6 വയസ്സുകാരി വരച്ചത് ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു. അപ്പൊ അത്ഭുതപ്പെട്ടിട്ട് ടീച്ചർ ചോദിക്കേണ്ട, മോളെ, ഇഷ്ടപ്പെട്ട വസ്തുക്കളെ വരച്ചു വെക്കാൻ പറഞ്ഞപ്പോ നീ എന്താ ഒരു മനുഷ്യന്റെ രൂപം വരച്ചു വെച്ചത്? അപ്പൊ ഈ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ടീച്ചറെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണത്, അതെന്റെ അച്ഛനാണ്. ഞാൻ കണ്ട ദൈവമാണ് എൻ്റെ അച്ഛൻ. കാരണം അമ്മയില്ലാത്ത എനിക്ക് എല്ലാം ചെയ്തു തരുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പൊ ആ അച്ഛനെ മോളോട് കാണിക്കുന്ന തീവ്രമായ സ്നേഹത്തിന്റെ ഊഷ്മളമായ എല്ലാ കാര്യങ്ങളും ആ വാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ മോളോടും മോൾ അച്ഛനോടും കാണിക്കുന്നത് നിഷ്കളങ്കവും നിഷ്കാമവും നിർമ്മലവും സുന്ദരവുമായ സ്നേഹം തന്നെയാണ്. അങ്ങനെ ജീവിച്ച് മോളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചൊരച്ഛൻ പിന്നെ മോൾക്ക് ആ സർപ്രൈസ് തരാൻ പോവാണ്. എൻ്റെ പൊന്നുമോള് തലയും താഴ്ത്തി ഇരിക്കണം എന്ന് പറഞ്ഞ് ആ മകളെ വിറക് കുത്തി നുറുക്കും പോലെ ആ കഠാര കൊണ്ടിട്ട് വെട്ടിപ്പൊളിച്ച് കൊലപ്പെടുത്താൻ. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞു, എൻ്റെ കൈകൾ പോലും വിറച്ചുപോയി. കാരണം ഒരു കുഞ്ഞു പൂവിൻ്റെ ശരീരത്തിലേക്ക് 6 വയസ്സുള്ള ഒരു കുസുമദളത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് 12 സെന്റിമീറ്റർ ആഴത്തിലാണത്രേ അച്ഛൻ്റെ മഴുകൊണ്ടുള്ള വെട്ടേറ്റിട്ട് ഈ തല പിളർന്നു പോയത്. ആ കുഞ്ഞ് ദാരുണമായ രീതിയിൽ തൽക്ഷണം നിര്യാണം പ്രാപിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ നക്ഷത്രമോള് 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം നടത്തുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യം ലഹരിയായിരുന്നു, അല്ലേ? ഇന്ന് മഹേഷ് എന്ന് പറയുന്ന അച്ഛന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അവനിങ്ങനെ ഇരിക്കുന്ന സെൻട്രൽ ജയിലിന്റെ റൂമിൽ, ഒറ്റയ്ക്കിരിക്കുന്ന റൂമിന്റെ പ്രധാന ഭിത്തിയിൽ 6 വയസ്സുകാരിയായ ഈ ചിത്രശലഭമാകുന്ന നക്ഷത്രമോളുടെ പുഞ്ചിരി തൂകുന്ന ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഈ പിതാവിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ, ഇപ്പൊ MDMA കിക്കില്ലാത്ത, കഞ്ചാവിന്റെ ഹാങ് ഓവർ ഇല്ലാത്ത ഒരു നോർമൽ ലെവലില് ജയിലിലിരിക്കുന്ന ഈ പിതാവിന്റെ മുമ്പിൽ അതിലും വലിയ ഒരു ശിക്ഷ ഇനി കിട്ടാനില്ല. കാരണം എന്താണ്? ദൈവമേ, തമ്പുരാനെ, എൻ്റെ ഈ കൈകൊണ്ടാണല്ലേ എൻ്റെ കുരുന്നു പുഷ്പത്തെ ഞാൻ കൊന്നൊടുക്കിയത് എന്ന് ഒരു പിതാവ് സ്വയം വിലയിരുത്തുമ്പോൾ അതാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ്. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ 24-കാരനായ ആഷിക്ക് പറഞ്ഞല്ലോ, എനിക്ക് ജന്മം തന്നതിന് ഞാൻ നടപ്പാക്കിയ ശിക്ഷയാണ് എൻ്റെ മാതാവിൻ്റെ കൊലപാതകം, ഞാൻ നടത്തിയ കൊല എന്ന് ഘാതകനായ മകൻ പറഞ്ഞു. എങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് അവൻ നോർമൽ സ്റ്റേജിലേക്ക് അവൻ്റെ ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ മാതാവിനെ ആലോചിച്ചിട്ട് അവൻ മാറത്തടിച്ചിട്ട് നിലവിളിക്കും.
നമ്മൾ ആലോചിക്കണം അല്ലേ? ഇറങ്ങിച്ചെല്ലും തോറും നമുക്ക് അത്ഭുതം നടത്തുന്നൊരു പ്രതിഭാസമാണ് മാതാവ്. കൽപ്പറ്റ നാരായണന്റെ ഒരു കവിതയുണ്ട്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നാണ് ആ കവിതയുടെ ആദ്യത്തെ വരി. അമ്മ മരിച്ചു പോകുമ്പോ എങ്ങനെയാ ആശ്വാസാകല്? അമ്മ മരിക്കുമ്പോ എങ്ങനെയാ ആശ്വാസാകല്? രണ്ടാമത്തെ വരി എന്താ? ഇനി എനിക്ക് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാം, അമ്മ മരിച്ചല്ലോ. അതുകൊണ്ട് രാത്രി ചോറ് വയ്ക്കാതെ കിടന്നുറങ്ങിയാല് ആകെ നമ്മളെ വീട്ടില് നമ്മളെ നിർബന്ധപൂർവം ശാഠ്യത്തോടു കൂടെ വിളിച്ചുണർത്തുന്ന ഒരു ജന്മം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉമ്മയാണ്, അത് മാതാവാൻ. അപ്പൊ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാം. മോണിറ്റർ കുറച്ചും കൂടി ഒന്ന് മാക്സിമം തുറന്നേരിട്ടോ, എല്ലാം തുറന്നാളി. ഇനി എനിക്ക് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാം എന്നാണ്. രണ്ടാമത്തെ വരി എന്താ അറിയോ? ഇനി എനിക്ക് കുളിച്ച് തുവർത്താതെ വെള്ളം ഒറ്റിറ്റ് വീഴുന്ന എൻ്റെ കാർക്കൂന്തലുമായിട്ട് നടക്കാം. കാരണം മോളെ തല തുവർത്തിയിട്ടില്ലെങ്കിൽ പനി വരും എന്ന് പറഞ്ഞിട്ട് എന്നെ ശാസിക്കാൻ എൻ്റെ അമ്മ ഈ വീട്ടിലില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തല തുവർത്താതെ എനിക്ക് വീട്ടിലൂടെ നടക്കാം. ഇനി എനിക്ക് വീട്ടിൻ്റെ മുറ്റത്തെ കിണറിൻ്റെ ആൾമറയുടെ മുകളിൽ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം. കാരണം എന്താ? അമ്മയുള്ള കാലത്ത് അത് നടക്കൂല. ഉറക്കം തൂങ്ങിയിട്ട് പുസ്തകം വായിച്ചാൽ അമ്മ ഓടി വന്നിട്ട് ഒരു വടിയെടുത്തിട്ട് എന്നെ പ്രഹരിക്കും, എന്നിട്ട് എന്നെ ശകാരിക്കും. എന്നോട് പറയും, ഇറങ്ങിപ്പോടി അവിടുന്ന്, ഈ കിണറ്റിലേക്കെങ്ങാനും വഴുതി വീണാല് പിന്നെ എന്തിനു വേണം? അങ്ങനെ പറയും എൻ്റെ അമ്മ. പക്ഷെ അത് പറയാൻ ഇന്നൊരു അവകാശമില്ല. കാരണം എന്താണ്? അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്തിയയിടത്ത് ഉറങ്ങാം. അമ്മയുള്ള കാലത്ത് എത്തിയയിടത്ത് ഉറങ്ങാൻ പറ്റൂല. ഇവിടുന്ന് നമ്മൾ പഠിക്കണ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മളെ ഉമ്മ നമ്മളോട് പറയുന്ന ആദ്യത്തെ വാക്കെന്താ അറിയോ? എൻ്റെ കുട്ടി കോളേജിൽ എത്തിയാൽ ഉമ്മക്കൊരു ഫോൺ വിളിക്കണം, എന്നാലേ ഉമ്മക്ക് ഉറക്കം വരുള്ളൂ. ഉമ്മ ഇല്ലാത്ത കാലത്തോ വടകര എത്തിയാൽ ഉറങ്ങാം, അടുത്ത രാവിലത്തെ ബസ്സിന് പോയാൽ മതി. ഈ എവിടുന്നേ ഉറങ്ങിയത്? ഈ എങ്ങനെയാ കിടന്നത്? ആരാ സ്പേസ് തന്നത്? എങ്ങനെയാ നിനക്കൊരു ഷെൽട്ടർ തരപ്പെട്ട് കിട്ടിയത് എന്ന് പിന്നെ ആരും ചോദിക്കൂല. അതാണ് ഈ കവി പറയുന്നത്, അമ്മ മരിച്ചപ്പോൾ എനിക്ക് വീണ്ടും ആശ്വാസമായി. കാരണം ഇനി എനിക്ക് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്തിയിടത്ത് ഉറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം വിളക്കണയാറുള്ള എൻ്റെ വീട് കഴിഞ്ഞയാഴ്ച കെട്ടു. വീട് കെടുക എന്ന് പറഞ്ഞാൽ ഉമ്മ മരിക്കലാണ്. ഉമ്മ മരിക്കലാണ്. അവസാനം കവി പറയുന്ന ഒരു വാക്കുണ്ട്, ഒടുവിൽ എൻ്റെ അമ്മ എന്നെ പെറ്റു തീർന്നു. അപ്പൊ അമ്മ മരിച്ചപ്പോഴാണത്രേ അമ്മ നമ്മളെ പ്രസവിച്ച് തീർന്നത്. അപ്പം ലേബർ റൂമിൽ വെച്ചിട്ട് നമുക്ക് ജന്മം തന്ന് നമ്മളൊരു നവജാത ശിശുവായി, ഒരു ചോരപ്പൈതലായി ആശുപത്രി റൂമിൽ നിന്ന് നഴ്സുമാര് പുറത്തേക്കെടുത്ത് ഡെലിവറിയിലൂടെ പുറത്തേക്കെടുത്ത നമ്മളുടെ പ്രസവത്തോടുകൂടെ നമ്മുടെ മാതാവ് നമ്മളെ പെറ്റുനോവ് അനുഭവിച്ച് തീർന്നിട്ടില്ല. നമ്മുടെ ഉമ്മ നമ്മളെ പെറ്റു തീർന്നിട്ടില്ല. നമ്മുടെ ഉമ്മാന്റെ പ്രസവം പൂർത്തിയായിട്ടില്ല. നമ്മളെ മാതാവ് പെറ്റു തീർന്നത് എപ്പോഴാണ്? ഉമ്മ മരിച്ചു പോയപ്പോഴാണ്. മീസാൻ കല്ലിന്റെ ചോട്ടിൽ പോയി കിടന്നപ്പോഴാണ്. 6 അടി മണ്ണിൽ വിലയം പ്രാപിച്ചപ്പോഴാണ്. അന്ത്യനിദ്രയിലേക്ക് നമ്മുടെ മാതാവ് നടന്നു പോയപ്പോഴാണ് നമ്മളെ മാതാവ് നമ്മളെ പെറ്റു തീർന്നത്. ആ വാക്കിന്റെ ശക്തി നോക്ക് നിങ്ങൾ. കാരണം എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ കുട്ടി എന്തായി, അതൊരു പേറ്റു നൊമ്പരമാണ്. നമുക്കൊരു അസുഖം വന്നാൽ എൻ്റെ കുട്ടിൻ്റെ പനി എന്തായി, പഠിച്ചോനെ ബേജാറാണ്. നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മളെ ഉമ്മാക്കാണ് വിഷമം. 1.5 കൊല്ലായി 2.5 കൊല്ലായി അവൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടില്ലല്ലോ, സങ്കടം തുടങ്ങുകയാണ്. അപ്പോഴും നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ. ആരെ? 30 വയസ്സുകാരനായ മകനെ മാതാവ് അപ്പോഴും പ്രസവിക്കാൻ. എൻ്റെ കുട്ടീൻ്റെ കാര്യം എന്തായി? ഗൾഫ് പോയാൽ എൻ്റെ കുട്ടീൻ്റെ ജോലി എന്തായി? അസുഖം വന്നാൽ എൻ്റെ കുട്ടീൻ്റെ ക്ഷീണം എന്തായി? ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ മരിച്ചതിനെ പറ്റി കവി പറഞ്ഞ അവസാന വരി, ഒടുക്കം എൻ്റെ അമ്മ എന്നെ പെറ്റു തീർന്നു. ഇനി ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ മനസ്സിന്റെ വേദന കൊണ്ട് ഒരാൾ കരയൂല, അല്ലേ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശരീരവേദന കൊണ്ടാണ് നമ്മൾ കരയേണ്ടത്. എൻ്റെ ശരീരം നൊന്തു, അല്ലേ? പക്ഷെ മക്കൾക്ക് വേണ്ടി അമ്മ കരയുന്നത് ശരീരവേദന കൊണ്ടല്ല, മനോവേദന കൊണ്ടാണ്. മനോവേദന കൊണ്ടാണ്. സ്വന്തം ഉമ്മാനെങ്ങനെ 20 വെട്ട് വെട്ടിയിട്ട് കൊലപ്പെടുത്തിയിട്ട് സ്വന്തം മകൻ പറയാണ്, ഞാൻ എൻ്റെ ശിക്ഷ നടപ്പാക്കി, ബോധമുണരുമ്പോ തിരിച്ചു വരും, അല്ലേ? ബോധമുണരുമ്പോ തിരിച്ചു വരും.
जमीन पेली हुई है जिस तरह अफलाक के नीचे यूं ही जन्नत भी माम की कदमों के खातिर के नीचे. ആകാശഗംഗയുടെ താഴെ ഭൂമി പരന്ന് വിശാല വിസ്തൃതമായിട്ട് കിടക്കും പോലെ ഉമ്മയാകുന്ന ആകാശത്തിൻ്റെ താഴെ സ്വർഗം പരന്ന് കിടക്കുകയാണ്. യുഹീ, ആകാശത്തിൻ്റെ താഴെ ഭൂമി കിടക്കും പോലെ ജന്നത്ത് ബി, സ്വർഗവും ഒരു കിടത്തം കിടക്കുകയാണ്. എവിടെയാണ്? മാം കി കദമോക്കെ ഖാതിർ കനീച്ചേ, മാതാവിൻ്റെ പാതാരബിന്ദങ്ങളുടെ ചുവട്ടിലാണ്. അമ്മേ അനശ്വര ചൈതന്യമേ, എൻ്റെ ജീവൻ്റെ ജീവനാം അമ്മേ, എന്നും അങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ, കാരുണ്യ സിന്ധുവാം അമ്മേ. കേവലം നാഭിനാളത്തിൻ്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ, ജീവിതയാത്രക്കു സാക്ഷിയാമൊക്കെയും അങ്ങോ കനിഞ്ഞതാണമ്മേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് ഉത്ഥാനം കൊടുത്തതും അത് ഉമ്മയാണ്, അത് അമ്മയാണ്, അത് മാതാവാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് നമ്മളാകുന്നത്.